ഐസ്ലാൻഡിലെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? എന്ത് ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം നോക്കി. റെയിൻബോ ആണ് ഇവിടെ ചുറ്റിനും. അങ്ങ് മേളിൽ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. അതിനടിയിൽ കൂടി ഇങ്ങനെ ഈ കാണുന്ന സ്ഥലങ്ങളിലൂടെ നടന്നൊക്കെ പോയി. എന്റെ അമ്മോ, ഇതൊരു പോളി വൈബുള്ളൊരു കിടില സ്ഥലം. ഈ രാജ്യം വേറെ ലെവലാണ് ഗൈസ്, ഒന്നും പറയാനില്ല. എന്തായാലും ഐസ്ലാൻഡ് സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഐസ്ലാൻഡിൽ വന്നിട്ടേ രണ്ടെണ്ണം അടിക്കണം എന്നുണ്ടെങ്കിൽ ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ കുപ്പിയൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വിൽക്കുന്ന പോലെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കുപ്പിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. വൈനാണെങ്കിലും ബിയർ ആണെങ്കിലും അങ്ങനെ സെറ്റപ്പൊക്കെ. ഇതാണ് ആ കട. വിൻബുദിൻ എന്നാണ് ഈ കടകളുടെ പേര്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, കിട്ടും. മിക്ക നഗരങ്ങളിലും നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ള പോലെ തന്നെ ഇതുപോലെയുള്ള വിൻബുദിൻ എന്ന് പറയുന്ന ഇതുപോലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. ഭയങ്കര പരിപാടികളാണ്. ഇതിലൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം ബാക്കിയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ വിൻബുദിനകത്ത് കയറി വേണം എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാനായിട്ട്. ഇവിടുത്തെ രാജ്യത്തിലെ വെള്ളത്തിൻ്റെ വില പോലെയാണ് ലിക്കറിൻ്റെ വിലയും. മുടിഞ്ഞ വിലയാണ്. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിലേക്കാട്ടി വിലയാണെന്ന് തോന്നുന്നു ഇവിടെ ഓരോന്നില്ല. വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. ഒരു കുപ്പി ബ്ലാക്ക് ലേബലിന് 10,000 ക്രോണ എന്ന് പറയുമ്പോൾ 7,000 രൂപ വരും. അയ്യോ, ഇത് ബിവറേജ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് അധിക്ഷേപിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര സംഭവം. ഇത് ലിറ്ററലി ഒരു 5 സ്റ്റാർ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെ തന്നെയാണ്. ഓ, ഇത് ബിയറിൻ്റെ ഏരിയ. എൻ്റെ ദൈവമേ, എന്തോന്നടേ ഇത്! എന്തോരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിയർ ആണെന്ന് നോക്കി. ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ബിയറും ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഹൈനെക്കൻ, ബഡ്വൈസർ, നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പല ബ്രാൻഡുകൾ ബിയറുകൾ ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. നോക്കൂ, ഇതൊരു ലോകം. എന്തായാലേ, ഇങ്ങനെയൊക്കെയാണ് ഓരോ നാട്ടിൽ മദ്യം വിൽക്കുന്നത്. ആളുകളൊക്കെ എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കേസ് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു ഗോ അലോൺ ഗായ്സ്. അങ്ങനെ ഐസ്ലാൻഡ് റോഡ് ട്രിപ്പിന്റെ നെക്സ്റ്റ് വേർഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മുടെ റൗണ്ട് ട്രിപ്പ്, അതായത് റിംഗ് റോഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പോലെ തന്നെ ഐസ്ലാൻഡിലെ ആ ഒരു റിംഗ് റോഡ് ട്രിപ്പാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എങ്ങനെ എന്താന്നുള്ള ഒരു പ്ലാനിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല. സോ വിച്ച് ഇസ് ഗോയിങ്. വരുന്ന വഴിക്ക് എന്താണോ നമുക്ക് കോണ്ടന്റ് കിട്ടുന്നത് അതങ്ങനെ ആ ഒരു രീതിയിൽ പോകാനുള്ള പ്ലാനാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ. ഇതെന്തായാലും നല്ല സണ്ണി ഡേ ആണ്, സണ്ണി വെതറാണ്. ലെറ്റ്സ് എൻജോയ് ഐസ്ലാൻഡ്. അങ്ങനെ ഐസ്ലാൻഡ് റിംഗ് റോഡ് നമ്പർ 1 എൻ്റെ ബാക്കി യാത്ര നമ്മളിങ്ങനെ പോവാണ്. ഒരു ചെറിയൊരു ടൗണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1-2 മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ചാൽ മാത്രമേ ചിലപ്പം, അല്ല 1-2 മണിക്കൂറല്ല, 1 മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ചാൽ മാത്രമേ പിന്നെ അടുത്തൊരു ടൗണൊക്കെ എത്തുള്ളൂ. അപ്പോൾ അതുവരെ വിജനമാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്പീഡ് ക്യാമറ പരിപാടികളൊക്കെ ചിലപ്പോൾ പോലീസുകാർ നിൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ക്യാമറകളുണ്ടാവും. അങ്ങനെ പല സംഭവങ്ങൾ പല സ്ഥലത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും നോക്കി വേണം വണ്ടി ഓടിക്കാൻ. നോക്കി വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ 90 km/h ആണ് ഐസ്ലാൻഡിലെ പരമാവധി വേഗത ഏത് റോഡിലാണെങ്കിലും. ഇവിടുത്തെ വണ്ടികളിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ഞാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 90 എന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ 90 എന്നും പറഞ്ഞുകൊണ്ടൊരു നമ്പർ കണ്ടോ. അതായത് ഞാനിപ്പോൾ പോകുന്ന റോഡിൻ്റെ മാക്സിമം സ്പീഡ് 90 എന്നാണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് റോഡിൽ പോയാലും അതാത് റോഡിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് 30 വെക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ സ്പീഡ് അവിടെ കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് എന്ത് ടെക്നോളജിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ വണ്ടിയിലാണെങ്കിൽ കണക്റ്റഡ് കാർ സിസ്റ്റമോ അങ്ങനത്തെ പരിപാടികളോ എങ്ങനെയാണ് ആ ഡേറ്റ ഇവർ അക്യൂർ ചെയ്തെടുത്തിനകത്ത് കാണിക്കുന്നതെന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ പരന്ന് കണക്ക് കേട്ടോ ഈ സ്ഥലം. ഇത് വേറെ ഒന്നുമില്ല. അതായത് ദൂരേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 10-25 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ കണക്കാണ് ഇതിലെ സ്ഥലം. പരന്ന് കിടക്കുന്ന പച്ചപ്പ്. ഐസ്ലാൻഡിൽ ശരിക്കും ഇത് ഐസ്ലാൻഡ് എന്നല്ല, ശരിക്കും ഇത് ഗ്രീൻലാൻഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പൊക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് നോട്ട് ഐസ്ലാൻഡ്, ദിസ് ഈസ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിലല്ല പച്ചപ്പ്, ഐസ്ലാൻഡിലാണ് പച്ചപ്പ്. എന്തോന്ന് പച്ചപ്പാന്നറിയോ, ഭയങ്കര രസമാണ്. ഇത് സമ്മറിലാണ് കേട്ടോ ഇത്രയും പച്ചപ്പ് കിട്ടുക. വിൻ്ററിൽ ഇത്രയും പച്ചപ്പൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ മറ്റടുത്ത് പോയി കഴിഞ്ഞാൽ, ഗ്രീൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ സമ്മറിലും വിൻ്ററിലും അവിടെ പച്ചപ്പ് ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ കിടക്കുക. എനിക്ക് ഞാൻ വണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറ്റി. പ്രത്യേകിച്ചൊന്നുമല്ല, എനിക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റേഷനിൽ കയറ്റിയതാ. ഇത് കണ്ട, ഇതെന്താണ് കണ്ടായത്? എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല കേട്ടോ.
ഭയങ്കര കാറ്റാണ്. ഈ കാറ്റത്താണ് ഞാനിത് നോക്കുന്നത്. ഇത് ശരിക്കും ഈ കുതിരകൾക്കും മറ്റുമൊക്കെ കൊടുക്കാനുള്ള പുല്ല് വളർത്തുന്ന പാടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ആ പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡിങ്ങനെ പോകുന്നത്. ചുറ്റിനും, അതായത് 360 ഡിഗ്രി കറക്കി നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള പാടങ്ങളും അതിന് നടുവിലൂടെ ഇങ്ങനെ തലങ്ങും പോകുന്ന കുറച്ച് റോഡിലൂടെയൊക്കെ പോകുന്ന എല്ലാം ഈ പറഞ്ഞ പോലെ ക്യാമ്പർ വാനുകളും മോട്ടോർ ഹോമുകളും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ വണ്ടികളും മറ്റുമൊക്കെയാണ്. അങ്ങനെ വലിയ കൃഷി എന്നുള്ള സംഭവമൊന്നും ഞാൻ ആക്ച്വലി ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലെയുള്ള പുല്ല് അതായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ കൃഷി. നമ്മൾ കൃഷി കണ്ടതൊക്കെ കുറച്ച് ഗ്രീൻ ഹൗസ് സംഭവങ്ങളൊക്കെയാണ്. അതല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ള ആ ഒരു പെട്രോൾ പമ്പിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഏരിയ. അതിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും റൗണ്ട് ബോട്ടുകളാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ആ റൗണ്ട് ബോട്ടിൽ തന്നെ ആളുകൾ എത്ര അച്ചടക്കത്തോടു കൂടിയാണ് നിർത്തിക്കൊടുത്ത് റൗണ്ട് ബോട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ വിദേശങ്ങളിൽ പോയി വണ്ടി ഓടിക്കുമ്പോഴാണ് നമ്മൾ ആ റൗണ്ട് ബോട്ട് എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ റൗണ്ട് ബോട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും പ്രോപ്പറായിട്ട് നമ്മളാരും യൂസ് ചെയ്യുന്നില്ല അല്ലേ? എന്ത് ഭംഗിയല്ലേ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും. ഇത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കേട്ടോ. നമ്മൾ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഐസ്ലാൻഡിൻ്റെ ബ്യൂട്ടി ഞാൻ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തേനെ ഈ ഡ്രോൺ ഇല്ലായിരുന്നെങ്കിൽ. സമയം വൈകിട്ട് 5:30 മണിയായി. ഇന്നിപ്പോൾ എവിടെ പോയി താമസിക്കണം എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുമ്പിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു പ്ലെയിൻ ട്രക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പോകാം. ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് പോകുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ശരിക്കും ഇത് കിടിലം പരിപാടിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ എൻ്റെ പൊന്നു, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ റിവറൊക്കെ നോക്കി തകർത്ത്. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ എവിടെയും നിർത്തും. ഞാനിങ്ങനെ ഡ്രോൺ പറത്തും. അങ്ങനെയാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അല്ലാതെ തന്നെ കാണാൻ പറ്റില്ലല്ലോ വെറുതെ വണ്ടി ഇരുന്നാലേ. ഞാനേ ഇവിടെ നിന്ന് ഡ്രോൺ പറത്താൻ നോക്കിയ പക്ഷേ ഭയങ്കര കാറ്റ് കാരണം എനിക്ക് പറത്താൻ പറ്റിയില്ല. ഞാൻ ഇറക്കി. എനിക്ക് വയറിന് ചെറുതായിട്ട് ഒരു പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്മോക്ഡ് സാൽമണിൻ്റെ ഒരു സലാഡ് കഴിച്ചായിരുന്നു. അത് കഴിച്ചപ്പോൾ മുതൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വയറ്റിനുണ്ടോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ അമ്മോ, വണ്ടിയൊക്കെ നോക്കിയേ, എന്തോന്നടേ ഇത്? പോളി, ഇതെന്തുവാടാ ഇത്? ഇവിടുത്തെ MPDക്കൊന്നും ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇമാതിരി മോഡിഫൈഡ് വണ്ടികളെ. അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. ടോയ്ലറ്റ് പല സ്ഥലത്തും ഫ്രീ. അതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. ടോയ്ലറ്റിൽ പോയി. ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും സൂപ്പർ മാർക്കറ്റ് കിട്ടും. ഇതിനൊന്നും കുറവില്ല. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഹെല്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹെല്ല കണ്ടോ, വെൽക്കം ടു ഹെല്ല. ഇത് അടിപൊളിയായിരുന്നു ഈ ഭാഗം കാണാനായിട്ട്. പക്ഷേ ഇവിടെ ഭയങ്കര സ്ട്രോങ് വിൻഡാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഡ്രോണൊന്നും പറത്താൻ പറ്റുന്നില്ല. ഹെല്ല എന്നൊക്കെ പറയുന്നത് മറ്റേ റൈക്കാവിക്കുന്ന ഏകദേശം ഒരു 60, 70, 80 കിലോമീറ്ററോളം ആ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഇഷ്ടം പോലെ ഓടാനുണ്ട്. വി ഹാവ് ടു ഗോ. ഏതോ ഒരു ചെറിയൊരു നഗരം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വില്ലേജ്. ആ വില്ലേജിൽ പെട്രോൾ പമ്പും സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും ഫാർമസിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയിലൂടെ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ഈ വില്ലേജുകളാണേലും ബാക്കിയെല്ലാം കാണാൻ എന്ത് രസമാണെന്നറിയോ. എൻ്റെ പൊന്നു, ഇന്ന് ഭയങ്കര വിൻഡിയാണ്. അതാണ് ആകെയുള്ളൊരു വിഷമം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ഡ്രോൺ പറത്താൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര വിൻഡിയാണ്. ഇത് രസമാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട്. ഫുള്ള് ഗ്രാസ്ലാൻഡിലൊക്കെ കുതിരകളാണ് മേഞ്ഞ് കിടക്കുന്നത്. കുതിരകൾ. ഐസ്ലാൻഡ് കുതിര എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണല്ലോ. വിജനത കൂടിക്കൂടി വരുവാണ്. വിജനത എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല വെയിലുണ്ട്. അതാണ് ആകെയുള്ള ആശ്വാസം. ഇപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. രാത്രി ഒരു 12 മണി 1 മണി വരെ ഇതേപോലെയുള്ള വെയിലുണ്ടാവും. രാത്രി 10 മണി അത് കഴിഞ്ഞാലും വെയിലുണ്ടാവും. വെളുപ്പിന് 3 മണി 4 മണി ആകുമ്പോഴെല്ലാം നേരം വെളുക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു വല്ലാത്തൊരു ഫീലാണ്. എന്താ അല്ലേ, രാത്രി ആവാത്ത നാട്. വിന്റർ ആകുമ്പോഴത്തേക്കിനും സൂര്യൻ്റെ വെളിച്ചം വരാത്ത നാട്. ദിസ് ഈസ് സ്ട്രേഞ്ച്. ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നവർ എങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്?
സമ്മതിക്കണം അല്ലേ അവരെ. ഏതോ ഒരു ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അങ്ങ് ദൂരെ അവിടെ ഒരു മല കാണാം. ആ മലയുടെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട്. അതിന് താഴെ കുറെ ക്യാമ്പർ വാനൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത് എന്തോ ഒരു ഗംഭീര സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു 1.5 വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഞാനൊരു 10 കിലോമീറ്റർ ആയിട്ട് ഞാൻ ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട് ആ വെള്ളച്ചാട്ടം. അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഈ നദിയായിട്ട് ഇങ്ങനെ പോകുന്ന എന്തോ ഒരു സെറ്റപ്പാണ്. ഓ ഇത് പൊളിച്ച് ഇത് എന്തോന്നുണ്ട് ഇത്. പക്ഷെ എൻ്റെ ദൈവമേ, അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ. ഞാൻ അവിടെ പോയി നോക്കട്ടെ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. എന്തായാലും എനിക്ക് ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതൊരു ഗംഭീര സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അത് കണ്ടോ അതൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ ക്യാമറയിൽ എനിക്ക് ഇവിടെ നിന്ന് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് പോവാം. അതൊരു ഗംഭീര സ്ഥലം കേട്ടോ അത്. എൻ്റെ മോനെ സെലാലാൻഫോസോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഓ ഇത് ദൂരെ നിന്ന് കാണാൻ എന്തോ ലുക്കാടേ. ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽജലാൻഫോസ് അങ്ങനെ എന്തോ ആണ്. സെലാൻഫോസ് അങ്ങനെ എന്തോ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ഓർഗനൈസേഷൻ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കുമുണ്ട്. ഇത് ഭംഗിയാണ് നോക്കി ഇന്ന് കാണാനായിട്ട്. ഇവിടെയൊക്കെ പാർക്കിങ്ങിന് വെറുതെ അല്ല, പൈസയും കൊടുക്കണം. ഇവിടെ ഡ്രോൺ പറത്തുന്ന അല്ലോടല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്റ്റോക്ക് വീഡിയോസ് ഇൻ്റർനെറ്റിൽ നമ്മുടെ സ്റ്റോക്ക് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഷോ യു ഗൈസ്. ഓക്കെ, പാർക്കിംഗ് നമുക്ക് തിരിച്ച് വന്നിട്ടാണ്. ഞാൻ വണ്ടി അവിടെ ഇട്ടു. നമുക്ക് നടന്നത് വെള്ളച്ചാട്ടം കണ്ടിട്ട് വരും. പക്ഷേ ദൂരെ നിന്ന് കാണാനാട്ടോ ഭംഗി. ഇവിടെ കുറേ കടകളും പിന്നെ സുവനീർ ഷോപ്പുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ ഓരോ വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട്. രക്ഷയില്ല, ഭയങ്കര രസമാണ്. അതിൻ്റെ മേളിൽ കൂടി ഒരു ഡ്രോൺ പറത്തിയെടുക്കുകയായിരുന്നെങ്കിൽ നല്ല വിഷ്വൽ കിട്ടിയേനെ. പക്ഷേ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും കൂടെ വന്ന് പറത്തുമ്പോഴത്തേക്കിനും ഡ്രോൺ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും ഡ്രോൺ പറത്താൻ സമ്മതിക്കാത്തത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ. ഇതാണ് മറ്റേ പഫിൻ കണ്ടില്ലേ, പഫിൻ ഇവരുടെ മറ്റേ കിളി. ഇത് രസമാണ് കാണാൻ. ഇത് കണ്ടാൽ നമ്മുടെ ന്യൂസിലൻഡിലെ കിവി ബേർഡൊക്കെ പോലെ ഇല്ലേ, ഏകദേശം അതുപോലെയൊക്കെ ഇല്ലേ കാണാനായിട്ട്. എല്ലാവരും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ രാജാവിനെ പോലെ ഇവിടെ നടക്കുക. ഇത് മറ്റേ ടൂർ കമ്പനികളുടെ വണ്ടികളുണ്ട്, ക്യാമ്പർ വാനുകളുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്നിട്ട് വരാം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എത്ര കിലോമീറ്റർ നടന്നു എന്നറിയോ? സമയം ഇപ്പോൾ 6:30 മണിയായി, 6:30. ആക്ച്വലി വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ വെള്ളച്ചാട്ടം കിട്ടുന്നുണ്ട്. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് എന്താ പറയുക, മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് ഇതാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അങ്ങോട്ടേക്കുള്ള നടക്കാനുള്ള വഴി നോ ഡ്രോൺസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലീസ് ബി അഡ്വൈസ് അറ്റ് യുവർ എൻജോയിങ് ഏരിയ ആൻഡ് ഏരിയ അറ്റ് യുവർ ഓൺ റിസ്ക് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പൈസ ഇടണമെങ്കിൽ അവിടെ പൈസ ഇടാം. ഈ കാണുന്ന വെള്ളച്ചാട്ടം ശരിക്കും ഈ മലയുടെ മേഖലയിൽ ചിലപ്പോൾ ഗ്ലേഷ്യേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഗ്ലേഷ്യേഴ്സൊക്കെ ഉരുകി വരുന്ന വെള്ളച്ചാട്ടമാണ് ഇത്. എന്നിട്ട് ആ വെള്ളമാണ് ഈ കാണുന്ന ചെറിയ തോട്ടിലൂടെ ഒഴുകി പോകുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി. രക്ഷയിലോട്ടോ. ഇവിടെ ഡ്രോൺ നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിച്ചേനെ ഗൈസ്. എൻ്റെ അമ്മേ. പാലും പഴവും കൈകളിലേന്തി, പാലും കൈകളിലേന്തി. ആൾക്കാര് പ്രാന്തന്മാരാട്ടാ. എൻ്റെ അമ്മേ, അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാര് നനയത്തില്ലേ. അതായത് ഇതിലെവിടെ പോയിട്ടേ അത് കണ്ടോ, ആ കാണുന്ന സ്റ്റെപ്പിലൂടെ മേളിൽ കയറി അതിൻ്റെ ബാക്കിലൂടെ കണ്ടോ, അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ കണ്ടോ, അതിലൂടെ നടന്ന് റെയിൻബോ അതിൻ്റെ ബാക്കിലൂടെ നടന്ന് കണ്ടോ, അവിടെയൊക്കെ കണ്ടോ ആൾക്കാരെ കണ്ടോ. എന്നിട്ട് ഫുള്ള് നനയും. ഡേഞ്ചറാട്ടാ. ഇവർക്ക് വട്ടാണ് തോന്നുന്നു. നോക്കിയേ, എൻ്റെ പൊന്നു, ഫുള്ള് 360 ക്യാമറയൊക്കെ പിടിച്ച് നനഞ്ഞ് കുളിച്ച് വരുന്നുണ്ടോ. അതിനകത്തൂടെ ഈ റെഡും ബ്ലൂ അങ്ങനെ കട്ടി കളർഫുൾ ജാക്കറ്റ് ഇട്ടിരിക്കുന്നൊക്കെ ഈ ചൈനക്കാരൊക്കെയാണ് കൂടുതൽ. ചൈനീസും കൊറിയൻസും ഒക്കെയാണ്. ഇവർ ഭയങ്കര കളർഫുള്ളായിട്ട് നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിനും അതുപോലെയുള്ള നല്ല അടിപൊളി ജാക്കറ്റുകൾ ഇട്ട് തരണം. എന്ത് കളറാടേ, എന്ത് ഭംഗിയാടേ. ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നില്ലേ പാല് പോലെ. ഇവിടൊക്കെ റെയിൻബോ ആണ് മൊത്തത്തിൽ. വൈകിട്ട് 7 മണിയാണ് കേട്ടോ. വൈകിട്ടല്ലേ, രാത്രി 7 മണിയായി. ഒന്ന് ആലോചിക്കേ, എന്തോരോ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്, ഐസ്ലാൻഡ് എന്ന് പറയുന്നത്.
അതിനടിയിൽ കൂടെ നടന്നു പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന റെയിൻ കോട്ടോ ജാക്കറ്റോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സോ ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ്. ഇവിടെ നിന്ന് കണ്ടാൽ പോരെ. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് വരാം. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്കിനും മൊത്തം നനയും. ആൾക്കാരുടെ കയ്യിൽ മറ്റേ ജാക്കറ്റൊക്കെ ഉള്ളവരാണ് അതിനകത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വരെ ഫുള്ള് വെള്ളമാ. വെള്ളം വീട് അമ്മച്ചൊക്കെ നമ്മൾ നനഞ്ഞിട്ട് വരുന്നുണ്ട്. ഫുള്ള് നനയിട്ടോ, ഫുള്ള് വെറ്റാണ് എല്ലാവരും. എന്ത് രസമല്ലേ ഉണ്ടോ? വാവ്, ബ്യൂട്ടിഫുൾ. ഇതിന്റെ മുമ്പേ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇതിന്റെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. കണ്ടോ? അയ്യാ, എന്റെ ഫോൺ മൊത്തം നനഞ്ഞേ, എന്റെ മുഖം മൊത്തം നനഞ്ഞേ. അടിപൊളിയായിരുന്നു. കുറെ കിടല ഫോട്ടോ കിട്ടും. ഇത് പൊളിച്ചിട്ടാ. ഇത് ജാതി വെള്ളച്ചാട്ടമായിരുന്നു. എന്തോരം വെള്ളച്ചാട്ടങ്ങളാണ് ഈ ലോകത്തുള്ളത്. അതിൽ എത്ര സംതിങ് സ്പെഷ്യൽ, യുനോ, ബിക്കോസ് ഓഫ് ദ കളർ, മേ ബി ലൈറ്റ്. ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ എത്രയാണെങ്കിലും പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് വന്ന് കാണുന്നത് ഈസ് ആക്ച്വലി വർത്ത്. അടിപൊളിയാണ്. ഈ ഇറങ്ങുന്ന വെള്ളമെല്ലാം ഇത്ര ഉള്ളത് ഞാൻ ആലോചിക്കുന്നത്. ഞാനാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ നനഞ്ഞിട്ടേ തണുക്കുന്നത്, കാറ്റടിച്ചിട്ട് അതേപോലെ തിരിച്ചോടുന്നത്. ഇവിടെ എത്രയാണോ അടയ്ക്കുന്നത്? പ്രൈവറ്റ് കാർ IV-E63 IV-E63 അതാണ് എൻ്റെ വണ്ടി നമ്പർ. 1000 ക്രോണ നടക്കണം. 1000 ക്രോണ. അയ്യാ എൻ്റെ പൊന്നെ, 1000 ക്രോണ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 700 രൂപയായി. പക്ഷേ ഇവിടെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. മനസ്സിലായില്ലേ? താങ്ക് യു. There is no need to put a printed ticket in your car window. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ട്. ഒക്കെയാണ് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയത്. യുവർ ജേർണി അവർ വീൽസ്. ഇതിങ്ങനെ ദൂരേന്ന് കാണണമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. എന്തോരം ക്യാമ്പർമാനാണെന്നറിയോ കൊണ്ടിട്ടിരിക്കുന്നത്. ഇന്ത്യ ക്യാമ്പേഴ്സ്, മറ്റേ ക്യാമ്പർ, മറിച്ച ക്യാമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ക്യാമ്പർമാനും എത്ര വണ്ടികളാണെന്നറിയോ. ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ഇന്ത്യക്കാരെ കണ്ടു. ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ച് കുറേ ഇന്ത്യക്കാരെ കണ്ടു. പലരും ഈ USA, UK, യൂറോപ്പ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ്. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നവരൊക്കെ കുറവാണ്. പക്ഷെ ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർഫോൾ വിച്ച് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. കാണുന്ന ഒരു ഭംഗിക്കുപരിയായിട്ട് നല്ല മനോഹരമായിട്ട് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതാണ് ഭയങ്കര രസം. ഇനി അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ഒന്നും കൂടെ പൊളിച്ചേനെ. അതിൻ്റെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് അവിടെ വേറെ വെള്ളച്ചാട്ടം കണ്ടു. ഇത് ഈ പറഞ്ഞ പോലെ കുഴിക്കകത്തോട്ട് പോകുന്ന രീതിയിൽ മേളിൽ നിന്ന് ഇറങ്ങി വന്ന് കുഴിക്കകത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ. ആ കുഴി, ആ വെള്ളം എങ്ങോട്ടാ പോകുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ സെറ്റപ്പ്. അതിൻ്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഈ നടന്നു പോകുന്നവരാ. ആ കാണുന്ന മലയുടെ മേളിൽ നിന്ന് എങ്ങാണ്ടൊക്കെ ഉള്ള ഗ്ലേഷ്യർ ഒഴുകി വരുന്നിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഞാനിപ്പോൾ ആ ഒരു 1-ാം നമ്പർ ഹൈവേയിൽ നിന്നും ഞാൻ ഒരു ഡൈവേർഷൻ എടുത്തു. ഇവിടെ എങ്ങാണ്ടൊരു പ്ലെയിൻ ട്രക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് എന്നാണ് ഞാൻ കണ്ടത്. പോയി നോക്കട്ടെ അവിടെ സംഭവം വല്ല ഓട്ടോ. വിജനമായിട്ടുള്ള വഴികളാ. ഈ കാണുന്നതൊക്കെ എന്താണെന്നറിയാമോ? ഇതൊക്കെ ഈ പുല്ല് ചുറ്റി റോളാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ പുല്ല് ബിസിനസ് ഉണ്ട്. അതായത് ഈ പല ആവശ്യങ്ങൾക്കും കുതിരകൾക്കും ബാക്കിയുള്ള ഇതിങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ല്. ആ പുല്ല് ഇങ്ങനെ കിളിപ്പിച്ചിട്ട് ഇതിങ്ങനെ റോളാക്കി എക്സ്പോർട്ട് ചെയ്യും, കച്ചവടം ചെയ്യും, അങ്ങനെ പല പരിപാടികൾ ചെയ്യും. അതിൻ്റെ സംഭവങ്ങളാണ് ഈ റോളാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സമ്മറിൽ നടക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു എയർപ്ലെയിൻ റെക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അതാണ് ഞാനൊന്ന് നോക്കി വന്നത്. DC-3 എയർപ്ലെയിൻ റെക്ക്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ US നേവിയുടെ ഒരു വിമാനം തകർന്നത് അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം. ഞാനങ്ങനെ ഇതിൻ്റെ അവിടെ എത്തി, ആ സാധനത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ എല്ലായിടത്തും പോയാലും പാർക്കിങ്ങിന് കാശ് കൊടുത്ത് മുടിയും. അതാണ് പ്രശ്നം. ഇത് നോക്കി, ഇത് ഈ പാർക്ക ആപ്പ് വെച്ചിട്ട് ബുക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു ടോയ്ലറ്റാണ് പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ വേറെ ആരും ഇല്ല. കാരണം ഇത് കാണാൻ വേണ്ടി 1000 രൂപ മുടക്കി ആരും വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഡഗ്ലസ് DC-3 C-47 എന്ന് പറഞ്ഞ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ഒരു ചെറിയൊരു കുഞ്ഞ് എയർക്രാഫ്റ്റ് ആണ് ഇവിടെ തകർന്ന് വീണപ്പെട്ടത്. ശരിക്കും ഇവിടെ ഈ ഐസ്ലാൻഡിൽ പണ്ട് അമേരിക്കൻ മിലിറ്ററി ഫോഴ്സസ് ഉണ്ടായിരുന്നു. 1951 മുതൽ 2006 വരെ. അവർ ആ സമയത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിങ്ങിന്, പൈലറ്റുമാർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവന്നതിനൊക്കെ വേണ്ടിയും ഇവർ US നേവിയുടെ പല വിമാനങ്ങളും തലങ്ങും ഒക്കെ ഇവിടെ ഓടിച്ചിരുന്നു. ഇവരുടെ ഒരു ആർമി ബേസ് ക്യാമ്പായിരുന്നു ഇവിടെ.
അപ്പോൾ ആ സമയത്ത് അപകടത്തിൽപ്പെട്ട ഒരു വിമാനമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ മാത്രമേ ഉള്ളൂ കഴിച്ചു ഇവിടെ, വേറെ ആരും ഇല്ല. കീപ്പ് ഇൻ മൈൻഡ് 7 മണിയായി ഇപ്പം രാത്രിയിൽ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിനാണ് ഇവിടെ എല്ലായിടത്തും പൈസ, മനസ്സിലായില്ലേ? എല്ലായിടത്തും പുല്ലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും വെട്ടി അടിപൊളിയാക്കി സെറ്റാക്കി എന്ത് വൃത്തിക്കാണ്. ഞാൻ പറഞ്ഞ കാട് പോലും ഭംഗിയാണ് ഇവിടൊക്കെ. എന്തുവാടി ഇത്? എൻ്റെ പൊന്നു, അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഒരു പഴയ വിമാനം ആണെന്നാണ് ഇത് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. ഇത് ഭയങ്കര സംഭവട്ടാ. ഇതിന്റെ എഞ്ചിനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം, ആ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി എന്നൊക്കെ ഉണ്ടായിരുന്ന പേരൊക്കെ അവര് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ഭീകരത തോന്നുന്ന ഒരു സംഭവം. നോക്കി, ഒരു വിമാനമൊക്കെ ഇതൊക്കെ ഇവിടെ എങ്ങനെയും കൊണ്ട് ഇറക്കിയായിരിക്കും, ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിച്ചായിരിക്കും ആ സമയത്ത്. കണ്ടല്ലേ, അതിൻ്റെ ഇവിടെ ബാക്കിലൊക്കെ ഒരു സാധനം കുഞ്ഞ് എഞ്ചിനൊക്കെ വരുന്നതല്ലേ, അങ്ങനെ സെറ്റപ്പ്. ഓ, കിളികളൊക്കെ അലയ്ക്കുന്ന എന്തുവാ അല്ലേ, ഇതുവരെ വെച്ച് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. അതെന്തുവാ, കിളികൾ പറക്കുന്ന സൗണ്ടല്ലേ, പേടിച്ചേ. ഇന്നത്തെ ആൾക്കാർക്ക് കയറാൻ വേണ്ടി ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക. നോക്കി, എൻ്റെ പൊന്നു, നമ്മൾ ഈ പഴയ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉള്ള വിമാനങ്ങളൊക്കെ തകർന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? അതുപോലെയുള്ള ചിത്രങ്ങളുടെയൊക്കെ സെറ്റ് പോലെ ഇതിങ്ങനെ കയറി പോകാൻ വേണ്ടി ആളുകൾക്ക് പലകയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ഈ വിമാനങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പഴയ എക്യുപ്മെന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. എൻ്റെ അമ്മ പേടിയാവുന്നു. ഓക്സിജൻ സപ്ലൈ വാണിംഗ്. എൻ്റെ ദൈവമേ, ഈ പരിസരത്തൊന്നും വേറെ ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതെന്തോന്നടേ ഇത്? തണുക്കുന്നത് ഞാനിന്ന് എവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. കിളികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടിന്, വേറെ ആരുമില്ല. കിളികൾ മാത്രം, കിളികൾ പറന്നതോ. ഇത് വേർത്തായിരുന്നു എനിക്ക്. ഇത് പല ആൾക്കാരും ഇതിട്ട് ടൂറിസ്റ്റ് സ്കാമാണ് ഇവിടെ വരരുതെന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ റിവ്യൂ ഉണ്ടായിരുന്നു. പ്രശ്നം എന്തറിയോ, പാർക്കിങ്ങിൽ വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ പൈസ അടക്കാതെ തിരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർ പെനാൽറ്റി ആയിട്ട് നോട്ടീസ് അയക്കും. അതാണ് പ്രശ്നം. പാർക്കിങ്ങിൽ വണ്ടി കയറ്റുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, അങ്ങോട്ട് അവിടെ മാറി നിന്നിട്ട് ഡ്രോൺ പറത്തി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഇങ്ങോട്ട് കയറാനുള്ള 1000 രൂപ ലാഭിക്കായിരുന്നു. പക്ഷേ എന്നാലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വാച്ച്. ഇവിടെ വന്നോണ്ട് ഇത് കണ്ടില്ലേ, ലോൺലിനെസ് നമ്മളെല്ലാവരും ഭയക്കുന്നൊരു സംഭവമല്ലേ? ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കിന്. പക്ഷെ ഇവിടെ ഇത്രയും ചുറ്റുവട്ടത്ത് ഇത്രയും ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നപ്പോൾ എനിക്ക് ആക്ച്വലി പേടിയുണ്ട് ചെറുതായിട്ട്. പക്ഷെ എനിക്ക് പേടിയില്ല, ഐ എം നോട്ട് സ്കാഡ്. ഒരു കാര്യമുണ്ടല്ലോ, എവിടെ പോയാലും റേഞ്ച് ഉണ്ട്. 4G 5G അല്ല 4G എവിടെ പോയാലും റേഞ്ച് ഉണ്ട്. ഇതുവരെ ഞാൻ ഐസ്ലാൻഡിൽ വന്നിട്ട് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം കണ്ടിട്ടില്ല. ഇത്രയും കാടുണ്ടെന്നുണ്ടെങ്കിലും അത് ഭയങ്കര സംഭവമാണ്. എവിടെ പോയാലും റേഞ്ച്. പിന്നെ നെറ്റ്വർക്ക് ഡേറ്റ ഒക്കെ നമുക്ക് ഐറാല $20 നമുക്ക് അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ഡേറ്റ നിങ്ങൾക്ക് ഐറാലോ യൂസ് ചെയ്യാം. ഇവിടെ വന്ന് സിം എടുത്താൽ അതിന് ലാഭമാണ്. ഐറാലോ വോഡഫോൺ കിട്ടും. നിങ്ങൾക്ക് ഐറാലോ ഡൗൺലോഡ് ചെയ്യാനുള്ള കൂപ്പൺ കോഡ് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, പിന്നെ ലിങ്കും കൊടുത്തേക്കാം. നിങ്ങൾ ഐറാലോ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡ് കൊടുത്താൽ മതി. കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഗൈസ്. $3 എനിക്കും കിട്ടും. $3. സ്ട്രോങ് വിൻഡ്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കണ്ടോ. 1000 രൂപ പാർക്കിങ്ങിന് കൊടുത്താൽ എന്താ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് ആവുന്നെങ്കിൽ. വൗ, നൈസ്, അടിപൊളി. പോകുന്നതിന് മുമ്പായിട്ട് ഒരു നോട്ടം കൂടെ ആ വാട്ടർഫോളിലൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇപ്പോഴെത്ര ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നറിയോ? ഇപ്പോൾ മണി 7:30 മണിയായി. 7:30 മണി. എന്ത് ഭംഗിയല്ലേ അത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി വെള്ളച്ചാട്ടം. ആ മലയിൽന്ന് പല സ്ഥലത്ത് ഇതേപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് ഏതോ ഒരു വലിയ മലയാണ്, അതിൻ്റെ മേളിൽ എന്തോ വലിയ ഗ്ലേഷ്യറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാം. ഭയങ്കര രസമല്ലേ? ആ ഒരു ലൈറ്റും കൂടെ ഫേവറബിൾ ആയിട്ട് കിട്ടിയതുകൊണ്ടാണ്. ക്ലൗഡി ആയിരുന്നെങ്കിൽ ഈ ഭംഗിയൊന്നും ഉണ്ടാവൂല. അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഔട്ടർ റിംഗ് റോഡല്ല, മറ്റേ ഐസ്ലാൻഡ് റിംഗ് റോഡ് നമ്പർ 1 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ വിജനമായ പ്രദേശങ്ങൾ, ഇനി എത്ര കിലോമീറ്റർ പോയാലാണ് എനിക്കിന്ന് താമസിക്കാനൊരു സ്ഥലം കിട്ടുക എന്നെനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ പകൽ വെളിച്ചം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം രാത്രി വരെ ഇങ്ങനെ എക്സ്പ്ലോറിംഗ് ആണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നോക്കാം, എവിടെയെങ്കിലൊക്കെ കിട്ടും. ആ മലയുടെ താഴെ ആരുടെ വീട് കണ്ടു? ഓ, എന്ത് ഭംഗിയാ ആ സ്ഥലം. ആരുടെങ്കിലൊക്കെ സമ്മർ ഹൗസ് ആയിരിക്കും. എന്തായാലും പൊളിച്ച് കൊട്ടാരം പോലെ ഉണ്ട്. ഈ മല ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ. ഇത് രസമല്ലേ? മൊത്തം പച്ചപ്പളേ. ആരുടെ ഈ നാടിന് ഐസ്ലാൻഡ് എന്ന് പേര് കൊടുത്തത്? ഇത്രയും പച്ചപ്പുള്ള ഈ സ്ഥലത്തിന് ഐസ്ലാൻഡ് എന്നൊക്കെ പേര് കൊടുത്ത ഏതൊരു കണ്ണോട്ടനാണോ? എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഐസ്ലാൻഡ് എന്നൊക്കെ പേര് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണോ ഇത്? ഇതിന് ഗ്രീൻലാൻഡ് എന്നല്ലേ പേര് വിളിക്കണ്ടേ? ഗ്രീൻലാൻഡ്, ദിസ് ഈസ് ഗ്രീൻലാൻഡ്, ദിസ് ഈസ് ഹെവൻ. റോഡിൽ ഫുള്ള് ക്യാമ്പർ വാഹനങ്ങളുടെ ബഹളമാണ്. എല്ലാവരും വണ്ടിയായിട്ട് ഇറങ്ങിയേക്കുക. എന്നെ പോലെ തന്നെ നല്ല റോഡാട്ടോ എല്ലാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ, ഈ രാജ്യത്തിന്റെ നടുക്കെല്ലാം മലയാണ്. ഇതിന്റെ സൈഡിൽ ഇപ്പുറത്തെ ആക്ച്വലി കടൽ. ഈ കടലിന്റെയും മലകളുടെയും ഇടയ്ക്ക് കൂടെ ഉള്ള റോഡാണ് റിംഗ് റോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാജ്യത്തിന്റെ നടുഭാഗത്ത്, ഇത് ഐലൻഡ് ആണല്ലോ, വൃത്താകൃതിയിലുള്ള ഐലൻഡ് ആണെങ്കിൽ ഇതിന്റെ നടുഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ മല കയറണം. ആ മലയുടെ ചുറ്റിനും ഉള്ള റോഡാണ് റിംഗ് റോഡ്. ആ റോഡിലാണ് നമ്മൾ ട്രിപ്പ് അടിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇങ്ങനെ പോയി വേണം ശരിക്കും ചെയ്യാനായിട്ട്. ഞാൻ റൈക്കാവിക്കിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഞാൻ ട്രിപ്പ് അടിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ്. ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ട്രിപ്പ് എടുത്തതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഉച്ച കഴിയുമ്പോഴത്തേക്കിനും സൂര്യൻ എൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഡൈവേർഷൻ എടുത്തിട്ട് മുമ്പിൽ അവിടെ എന്തോ ഒരു സ്വിമ്മിംഗ് പൂളോ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടു. ആ സ്വിമ്മിംഗ് പൂളിന് അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കിടക്കുന്ന രുദ്രാക്ഷ അങ്ങനെ ഉണ്ട് ഗൈസ്. ഷംജിത് ഭായ് തന്നാണ്. ഷംജിത് ഭായിയുടെ പുതിയ പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അടിപൊളിയല്ലേ? ഇന്ന് എനിക്ക് വിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയി താമസിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് ഇനി ഒരു 19 കിലോമീറ്ററിന് മുകളിലുണ്ട് വിക്കാണ് ഇനി അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത്. സോറി, ഇവിടെ വെള്ളച്ചാട്ടമല്ല, മറ്റേ ഇത് എന്തായിരുന്നു, സ്വിമ്മിംഗ് പൂള്. അങ്ങ് മേളിൽ കണ്ടോ, ഗ്ലേഷ്യർ കണ്ടോ മുകളിൽ? എന്ത് ഹൈറ്റിലായിരിക്കും എന്നറിയോ? ഞാൻ എവിടെ എത്തി? മലയുടെ കീഴിൽ എവിടെയോ എത്തി. എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഇട്ട്, എന്നെ പോലെ തന്നെ വേറെ ഒരു കപ്പിള് വണ്ടിയിലൊക്കെ വരുന്നുണ്ട്. അവിടേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പൂളുണ്ട്. ആ പൂളിൽ കുളിക്കാം എന്നാണ് അതിലെ കണ്ട 2 പേര് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരുത്തരും തുണിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല എന്നൊക്കെയാണ് ഒരു ചെറുക്കനും പെണ്ണും കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ലെറ്റ്സ് ഗോ ആൻഡ് സീ എന്താ പരിപാടി എന്നുള്ളത്. തുണിയില്ലാതെ കുളിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ. രാത്രി 8 മണിയായി ഗൈസ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ. ഇവർ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യരുത് എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. വേറെ കൂടുതൽ സംഭവമൊന്നും എഴുതിയിട്ടില്ല. ഓ, ആ വീടൊക്കെ നോക്ക്, എന്ത് അടിപൊളിയല്ലേ. ഹോളിഡേ ഹൗസുകളാണ്. ആൻഡ് ഇവിടെ എല്ലാം കണ്ടോ, കാടാണെ പോലും ഭംഗിയാണെന്ന് ഞാൻ ഐസ്ലാൻഡിൽ വന്നപ്പോൾ എപ്പോഴും പറയുന്ന എല്ലാ സംഭവങ്ങളും. ഐസ്ലാൻഡിൻ്റെ ഫ്ലോറ ആൻഡ് ഫോന ഒരു രക്ഷയില്ല. ഇത് എവിടെയാ സ്ഥലം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് പണ്ടെപ്പോഴും ഉരുളുപൊട്ടി വന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരെയും കാണുന്നുമില്ല. ആ വഴിയാണോ എന്ന് ചോദിക്കാൻ പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല. രണ്ടും കൽപ്പിച്ച് പോയി നോക്കാം. അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. മാപ്പിൽ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് പോയി ഇവിടെ എത്തിയപ്പോഴത്തേക്കിന്. ആദ്യമായിട്ടാണ് ഐസ്ലാൻഡിൽ വന്നിട്ട് റേഞ്ച് പോയത്. രാത്രി 8 മണിയായി ഗൈസ്. അയ്യോ, ഇവിടെ വെയിൽ പോയപ്പോഴത്തേക്കിനും തണുപ്പം തുടങ്ങി. ഞാൻ വീണ്ടും നടന്ന് ഇതേതൊക്കെയോ കണ്ടപ്പോഴോ ഉരുള് പൊട്ടി കിടന്ന സ്ഥലമാണ്. ഞാനിവിടെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐസ്ലാൻഡിൽ. ഇപ്പോൾ ഈ മുന്നോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. എനിക്ക് വയ്യ, ഞാൻ സുല്ലിട്ട്. ഇത് ആൾക്കാർ ട്രക്ക് ചെയ്ത് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. അവിടെ 2 പേര് ഇരിപ്പുണ്ട്, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. പണിപാളി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കഴിഞ്ഞാലും റേഞ്ചും ഇല്ല. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് നൈസ്. ജിയോ തെർമൽ പൂളെന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച സ്ഥലമാണ്. പക്ഷെ ഉണ്ട്, മനുഷ്യരില്ല. രാത്രി ആയില്ലേ, എല്ലാവരും കിടക്കാൻ പോയി കാണും. അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. ഇതിപ്പോൾ രാത്രി 8 മണിയായി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നേ ഞാൻ റിസ്ക് എടുത്ത് പോയേനെ. മാത്രമല്ല ഒറ്റയ്ക്കല്ലേ, റേഞ്ച് ഇല്ല. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോയേനെ. ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് ഇതുപോലെ റിസ്ക് എടുത്ത് പോകാനായിട്ട് എനിക്ക് വയ്യ ഗൈസ് ഇപ്പോൾ. ഓക്കെ,
ഫൈനലി ഐ ആം ബാക്ക് ടു വണ്ടി. എൻ്റെ അമ്മോ, ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ അടുത്തെങ്കിലും ക്യാമ്പിംഗ് സൈറ്റുകൾ കാണുന്നില്ല. വിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പോയി നോക്കണം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ എവിടെങ്കിലും, പക്ഷെ അങ്ങനെ ചുമ്മാ എവിടെങ്കിലും ഇട്ട് കിടക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ലല്ലോ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുളിക്കാനും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ വേണ്ടേ. നോക്കാം, എന്തായാലും വഴി ഉണ്ടാവും. അങ്ങ് ദൂരെ വീണ്ടും ഒരു വാട്ടർഫോൾ കണ്ടോ? ഇത് മൊത്തം ഈ മലയുടെ മേളിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് ഇതിങ്ങനെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയുള്ള വെള്ളച്ചാട്ടം നോക്കി, എൻ്റെ ദൈവമേ, രക്ഷയില്ല, അടിപൊളി. നമ്മളിപ്പോൾ കണ്ട ഫോൾസിന്റെ പേര് സ്കോഗർ ഫോൾസ് എന്നാണ്. ഇതും ഈ പറഞ്ഞ പോലെ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ മതി. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതൊക്കെ മേലെയുള്ള എന്തോ ഒരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ഇവിടെയും കൊടുക്കുക, എവിടെ കൊണ്ട് പാർക്ക് ചെയ്താലും 1000 വെച്ച് കൊടുക്കണം. ഞാനിവിടെ വണ്ടി ഇട്ടു. ഇത് കണ്ടിട്ട് ഇതൊരു ക്യാമ്പ് സൈറ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ കുറേ ക്യാമ്പർ വാനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അവരവിടെ ടേബിളൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ എന്തോ പരിപാടികളുണ്ട്. ഇത് ആ ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് നോക്കട്ടെ, കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഷവറൊക്കെ ഉണ്ട്. ഇതിന് പൈസ കൊടുക്കണം, വെറുതെ അല്ല, ഷവറിന് പൈസ കൊടുക്കണം. ഇത് കോയിൻ ഷവറാണ്. കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഷവർ വരും. ഇത് കാണാണ്ടില്ലേ, അതായത് 100 ക്രോണയുടെ 4 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഷവർ വരും. അതാണ് പരിപാടി. ടെൻ്റൊക്കെ പൊക്കി വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. തുണിയൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. വാട്ടർഫോൾ കണ്ടുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ കണ്ട. അത് പൊളിക്കട്ടെ. ഇവിടെ കരണ്ടൊക്കെ കുത്തുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഔട്ട്ഡോറാ, തണുപ്പത്ത് ഒരു പരിപാടി നടക്കുകയില്ല. ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് ഇവിടെ എന്താ പറയുക, വലിയ കാര്യമായിട്ടുള്ള ഫെസിലിറ്റി ഇല്ല. ആൾക്കാരൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക. എനിക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ടെൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉറങ്ങി കാണാൻ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, 9 മണിയാവുക. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പിംഗ് അലോ ചെയ്യാത്തതാണ്. ഇതിപ്പോൾ ഇവർ പൈസ വാങ്ങിച്ച് തന്നെ ക്യാമ്പിംഗ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലേക്ക് ഒരു ട്രെയിലുണ്ട്. ആ ട്രെയിനിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റും. ടെൻ്റൊക്കെ സെറ്റാക്കുന്നുണ്ട് ആൾക്കാർ. അടിപൊളി. ഈ തണുപ്പത്തിരിക്കുന്നതൊക്കെ അവർ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവിടെ വാട്ടർഫോൾ നോക്കിയാ ഇരിക്കുന്നത് എല്ലാവരും, കണ്ടില്ലേ, സംഭവം കൊള്ളാം. ഞാൻ എന്തായാലും ഇവിടെ കിടക്കുന്നില്ല, ഞാൻ വിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ഷെഡ്യൂൾ പ്രകാരം എനിക്ക് വിക്ക് എത്തിയേ പറ്റുള്ളൂ. ഷെഡ്യൂളല്ല, എന്നാലും എനിക്ക് വിക്ക് എത്തണം. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് വിക്ക്. ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് പോകാം. ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പാണ്. രാത്രിയായപ്പോഴത്തേക്കും തണുപ്പ് കൂടി. അവന്മാരൊക്കെ എവിടെ മല കണ്ടാലും അതിൻ്റെ മേളിലോട്ട് വലിഞ്ഞു കയറും. അതാണ് ഇവരുടെ പരിപാടി. നമുക്ക് ആ മലയുടെ മേളിലോട്ടൊക്കെ വലിഞ്ഞു കയറും. അതിൻ്റെ മേളിൽ പോയിട്ട് വെള്ളച്ചാട്ടം കാണാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതിൽ വെച്ചേ ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുള്ളത് ഇവിടെയാണ്. ഇവിടെ ഐസ്ലാൻഡിൽ എന്ത് ഭംഗിയാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട്. ദിസ് ഈസ് സോ ബിഗ്. ഇവിടെ ഡ്രോൺ നിരോധിച്ചിട്ടുണ്ട്, ഇല്ല നമ്മുടെ പറത്തായിരുന്നു. ഇല്ല, പറത്താൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറത്തില്ല. അതുകൊണ്ടാ കുട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട്. കുട്ടിയുള്ള കുട്ടിയായിട്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ആ വെള്ളം നിറച്ചിട്ട് നനവ് വരുന്നു. അവിടെ മുകളിൽ ഒരു വാച്ച് ടവർ പോലെ സംഭവമുണ്ട്. അതിൻ്റെ മേളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആൾക്കാർ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോകും. ഇതിനടിയിലോട്ടൊക്കെ വേണേൽ പോവാം. മറ്റേ റെയിൻ ടവർ ഉണ്ടെങ്കിൽ ഇതിനടിയിലോട്ട് നടന്നു പോവാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇങ്ങനെ വെള്ളം വീണിങ്ങനെ ആ തെറിച്ച് പോകുന്ന ആ ഒരു സംഭവം കണ്ടോ എല്ലായിടത്തും. എന്ത് ഭംഗിയാണ്. വാ, അടിപൊളിയേ. കണ്ട അവിടെയാണ് ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നത്. കിടുക്കാച്ചി ഫോട്ടോ എടുക്കാട്ടോ. എവിടെ വന്നാലും ഗംഭീര ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തോരോ ഫോട്ടോസാണ്, ഭയങ്കര ലൈറ്റും മറ്റുമൊക്കെ ആയിട്ടേ. വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ്, വെള്ളച്ചാട്ടങ്ങളുടെ നാട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് സോളോ ആയിട്ട് ക്യാമറ മാനിക്ക് എടുത്ത് കറങ്ങണം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചിലവ് കൺട്രോൾ ചെയ്യും. അതായത് ചിലവ് പകുതിയാണ്, ഹാഫ് ആക്കാം. അതാണ് കൂടുതൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ചിലവ് ഹാഫാക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും ഇപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ചിലവ് 3-4 ആയിട്ട് കുറച്ചെടുക്കത്തില്ല. ക്യാമറമാനൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് ലാഭം. ഒറ്റയ്ക്ക് നഷ്ടമാണ്. ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മൾ തന്നെയല്ലേ ചിലവഴിക്കണ്ടേ. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോകാം. പക്ഷേ സംഭവം ഈ എവിടെയെങ്കിലും ക്യാമറമാൻ എടുക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാം. ഞാൻ തിരിച്ചോടട്ടെ. ഞാൻ ഇന്നൊരു 10-15 കിലോമീറ്റർ ഇന്ന് ഫുള്ള് ഞാൻ നടക്കി കൂടുകയൊക്കെ ചെയ്തു. എൻ്റെ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു കുറേ നാളായിട്ട്. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും 2 വർഷം 2 വയസ്സ് കുറയ്ക്കണം. ഓട്ടവും നടത്തവും
ഡയറ്റും പരിപാടികളും എല്ലാം ആയിട്ട് നോക്കട്ടെ. ആൾക്കാരൊക്കെ ടെമ്പറേച്ചർ യവന്മാരിവിടെ ഫുട്ബോൾ കളി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് കൂടും. അവര് രണ്ടുപേരും ഒരുമിച്ചുള്ള ആൾക്കാരാണെന്ന് അറിയത്തില്ല. സെറ്റാണ് അല്ലേ? ഇവിടൊക്കെ ഗസ്റ്റ് ഹൗസുകൾ അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെൻ്റ് ഒന്നും അടിച്ച് നടക്കണ്ട. ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലണ റേറ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. മിനിമം ഒരു 25,000-30,000 രൂപയ്ക്ക് ആയിരിക്കും ഒരു മിനിമം ഒരു രാത്രി താമസിക്കുന്നതിന് വേണ്ടി ഇവർ ചാർജ് ചെയ്യുന്നത്. ഹോട്ടൽസൊക്കെ ആണെങ്കിൽ പറയണ്ട. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. എയർബിഎൻബി ആണെങ്കിലും എന്താണെങ്കിലും എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് സെയിം റേറ്റ്. എക്സ്പെൻസീവ് ആണ്. സ്റ്റേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയധികം ക്യാമ്പർ വാൻസ് കൂടുതലായിട്ടുള്ളത്. എൻ്റെ ചില്ലൊക്കെ ജിജിയായി. പ്രാണിയൊക്കെ വന്ന് അടിച്ച് ഫുള്ള് എന്തൊക്കെയോ ആയി. അങ്ങ് ദൂരെ ആ കാണുന്ന മലയുടെ മേളിലൊക്കെ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. നോക്കി. ഓ എൻ്റെ പൊന്നോ, രക്ഷയില്ലേട്ടാ. റോഡിങ്ങനെ നീണ്ട് നിവർന്ന് നേരെ കിടക്കുക. ഇനി എനിക്കൊരു 30 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ വിക്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലെത്തും. അവിടെ പോയിട്ട് നോക്കണം എന്താ പരിപാടി എന്നുള്ളത്. രാത്രി 9 മണിയാണ്. എനിക്ക് രാത്രി 9 മണി. രാവിലെ അല്ല, രാത്രി 9 മണി. സൂര്യനാണെങ്കിൽ അസ്തമിച്ചിട്ട് പോലും ഇല്ല. 12-12:30 ആകുമ്പോൾ അസ്തമിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. മഞ്ഞുമല കണ്ടോ? മഞ്ഞുമലയല്ല, അതിൻ്റെ ഏറ്റവും മേളിൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. അതൊക്കെ ഉരുകി വരുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. ഈ കാണുന്ന നദിയും പുഴയും എല്ലാ സംഭവങ്ങളും, ഈ കടലിലേക്ക് വരുന്നത് വെള്ളങ്ങളും എല്ലാം ഇത് തന്നെയാണ് സംഭവം. നല്ലൊരു ലോങ് റേഞ്ച് മാവിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉള്ള കിടുക്കാച്ചി വലിയ ഡ്രോണുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പറത്തി വിടാം. എൻ്റെ കയ്യിലുള്ള ഡ്രോണൊന്നും അവിടെ വരെ ഒന്നും പോവില്ല. എൻ്റെ അമ്മോ, കുഴി 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 കുഴി. ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ വണ്ടി ഇറങ്ങിപ്പോവും. എന്ത് പോക്കായത്. ഓ, ഒരു മല കയറി ഇറങ്ങിയതാ ഇപ്പം. പൊളിയാട്ടോ, റോഡൊക്കെ അടിപൊളിയാ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇനിയിപ്പം തിരക്കും ബഹളമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഉള്ളു വണ്ടി. കളറ് നോക്കണേ. എന്ത് ഭംഗിയത്. എന്റെ ബാക്കിൽ നിന്നാണ് ഇപ്പൊ ആക്ച്വലി സൂര്യൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഇത്രയും കളറ് ഫ്രണ്ടിലോട്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര പണിയായിരിക്കും. ഇവിടെ ഒക്കെ വീടുകളുണ്ട്. നോക്കിയേ. ഓ, ഒരു രക്ഷയില്ല. ഞാൻ ആക്ച്വലി ഇന്ന് നല്ല ടയർഡായി. മണി 9:15. ഞാൻ ഇവിടെ സൈഡിലൊന്ന് നിർത്തിയതാണ്. 1 മിനിറ്റ് 5 മിനിറ്റ് ഫോണെ കുത്താൻ വേണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് മറ്റേ ഇതൊക്കെ എന്തൊക്കെയോ ആയി. അതല്ല, ഇനി ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നത്. അവിടെ പോയി നോക്കാം. വിക്ക് ക്യാമ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ആയിരക്കണക്കിന് വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ കയറി ചെക്ക് ഇൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി 2000 ഇവിടുത്തെ പൈസ, അതായത് 1400 രൂപ പ്ലസ് പിന്നെ 300 ക്രോണ, അതായത് കുളിക്കാൻ വേണ്ടി 5 മിനിറ്റ് കുളിക്കുന്നതിന് വേണ്ടി ഇത്രയും കോയിൻസും കൂടെ തന്നു. എന്നിട്ട് വണ്ടി അകത്ത് എവിടെ വേണേൽ കയറ്റി പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാനൊരു ഈ ഒരു ക്യാമ്പിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തരാം. തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ടോയ്ലറ്റും ഷവർ ഏരിയയും മറ്റുമൊക്കെയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ടോയ്ലറ്റും ഷവർ ഏരിയയൊക്കെ ഉണ്ട്. ഷവർ ഇതിനകത്ത് കയറിയിട്ട് 5 മിനിറ്റ് നമ്മൾ കോയിൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഷവർ ചെയ്യാൻ പറ്റും. അതാണ് പരിപാടി. ഞാൻ അതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും തുണി ഇല്ലാതാണ് ഇവിടെ എല്ലാ ആൾക്കാരും ഷവർ ചെയ്യുന്നത്. തുണി കൊടുത്തായിരിക്കത്തില്ല, തുണി ഇല്ലാതാണ് ഷവർ ചെയ്യുന്നത്. പിന്നെ ടോയ്ലറ്റൊക്കെ വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ നീറ്റാണ്, ക്ലീൻ ആണ്, എല്ലാം ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കിച്ചനാണ്. കണ്ടോ? ലൈറ്റ് ശരിയാവുന്നില്ല. ഇതിനകത്ത് ആൾക്കാർ കുക്ക് ചെയ്ത് കഴിക്കുക. ഇത് കംപ്ലീറ്റ്ലി ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്റ്റംഭമാണ്. ആൾക്കാർ കുക്ക് ചെയ്യുന്നുണ്ടോ? ഇതിൽ ആൾക്കാർ പാത്രം കഴുകുന്നു, പാചകം ചെയ്യുന്നു. ഇവിടെ ഇടിയാണ് പാചകം ചെയ്യാനായിട്ട്. എന്നിട്ട് കഴിക്കുന്ന ഇവിടെ ഇത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ എന്തൊക്കെ പരിപാടികളാകുമ്പോഴേക്ക്. ഇതെല്ലാം ഇവിടുത്തെ സെറ്റപ്പുകളാണ്. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നത്.
അതാണ് ഞാനിത് റെസ്റ്റോറൻ്റാണെന്നാണ് കരുതിയത്, പക്ഷെ അല്ല. എന്തോരം വണ്ടികളാന്ന് നോക്കിയത്. പലരും ഉറങ്ങി കേട്ടോ, പല ആൾക്കാരും ഉറങ്ങി. ഇതെല്ലാം ഇത് ശരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാരവൻ ടൂറിസം നടക്കുന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ആൾക്കാരാണ്ടോ. അതിൻ്റെയൊക്കെ മേളിലാണ് ആൾക്കാർ കിടന്നുറങ്ങുന്നത്. ഇതിൻ്റെ മേളിൽ കിടന്നുറങ്ങാം. ഇയാൾ മേളിൽ ഉറങ്ങാനുള്ള കാര്യങ്ങൾ സെറ്റാക്കുന്നു, അതിൻ്റെ മേളിൽ ആൾക്കാരിയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് അകത്ത് കിടക്കുമ്പോഴത്തേക്കിനും രാത്രിയിൽ ഹീറ്റർ കൊടുത്തില്ലെങ്കിലും ചൂടുണ്ട്. പക്ഷേ ഈ ടെൻറ്റിനകത്ത് കിടക്കുമ്പോഴത്തേക്കിനും സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാണ്ട് കിടക്കാൻ പറ്റത്തില്ല. കിട്ടില്ലൻ ലൊക്കേഷൻ, അടിപൊളി സംഭവം. ഇപ്പോൾ രാത്രി 10 മണിയായി ഗൈസ്, 10 മണി. സൂര്യൻ ഇതുവരെ അവിടെ അസ്തമിച്ചിട്ടില്ല. എനിക്ക് കുക്ക് ചെയ്യാനൊന്നുമില്ല. ഞാനത് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചായിരുന്നു, ക്രീമി മെക്സിക്കൻ ചിക്കൻ. ഇത് കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വണ്ടിക്കകത്ത് വന്ന് അവിടെ ഭയങ്കര തിരക്കാം. ഇത് എന്ത് സാധനമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്തോ ഒരു സംഭവമാണ്. കഴിച്ചു നോക്കട്ടെ, ഉപ്പുമാവ് പോലെ എന്തോ ആണ്. സമയം രാത്രി 10:30. ഞാൻ അവിടെ പോയി കുളിച്ചു. കോയിൻസ് അതിനകത്ത് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് നേരം ഷവർ ഓണായിട്ടിരിക്കും. വെള്ളം വരും, ചൂടുവെള്ളം വരും. അതാണ് സംഭവം. അതൊരു 4 പേർക്ക് അറ്റ് എ ടൈം നിന്ന് കുളിക്കാം, അത്രയേ ഉള്ളൂ. ഇവരാരും തുണി കൊടുക്കാതെ നിന്ന് കുളിക്കുന്നത്, ഫുൾ ഇവിടെ. ഒരു തുണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഷവർ ഏരിയയിൽ നിന്നിട്ട് അവർ അടിപൊളി ഇടത്തില്ലെന്നേ. അയ്യോ, ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്നിട്ട് കുളിച്ച് വന്ന് ഞാൻ മുമ്പേ ഫുഡ് എടുത്ത് കഴിക്കാനെടുത്ത സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂലായിരുന്നു. സമയം രാത്രി 12 മണിയായി. വിശ്വാസമുണ്ടോ? വിശ്വാസമില്ല? ഇതുണ്ടോ ഇവിടെ രാത്രി 12:03 AM. ഓക്കെ, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാനിവിടെ. 12 മണിയായിട്ടും നേരം ഇങ്ങനെ നമ്മളവിടെ വൈകിട്ട് ഇങ്ങനെ ഒരു 6 മണിയാവുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴും പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ അങ്ങോട്ട് തലങ്ങുമ്പലങ്ങ് കിടക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, പണിയുണ്ടല്ലോ, ഈ പണിയൊക്കെ തീർക്കണ്ടേ. രാത്രി 12 മണിക്ക് ഇവിടെ പുറത്തത്തെ അവസ്ഥ നോക്കിയേ, എന്തോന്നടേ ഇത്. എത്ര വണ്ടികളുണ്ടെന്നറിയാം. എനിക്ക് ഡ്രോൺ പറത്താൻ പറ്റിയില്ല, ഞാൻ രാവിലെ പറത്തി കാണിച്ചു തരാം. ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുക. ഞാനും ഇവിടെ തന്നെ. ഇതിനകത്തൊക്കെ ആൾക്കാർ ഉറക്കമായിരിക്കും ഇപ്പോൾ. അസ്പർദ്ധ സമയം രാത്രി 12 മണിക്ക് സൺസെറ്റ് നടന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ഈ വെളിച്ചം ഉണ്ടാവും. ഇനി രാവിലെ 3 മണിക്ക് ആളെ സൺറൈസ്. 3 മണിക്ക് സൺറൈസ്. എന്തരാണോ ആവോ. എന്തായാലും ഞാൻ പോയി കിടക്കാൻ പോവാം. ഇന്ന് ആക്ച്വലി ഞാൻ പട്ടിണിയാണ്. ഞാൻ ഈ ചൂടാക്കിയ സാധനമൊന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ കൊള്ളൂലായിരുന്നു. ഭയങ്കര ഉപ്പും ഒരുമാതിരി വൃത്തിയോടെ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, നട്ട്സ് കഴിച്ചത്. ഈ സാധനം കപ്പലണ്ടി കഴിച്ചു. പിന്നെ മറ്റേ ബ്ലൂബെറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. പിന്നെ ആരെങ്കിലും ഫുഡ് ചോദിക്കണമായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടായിട്ട്. സോ അപ്ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ചോദിക്കുക, ഒന്നും ചെയ്യില്ല, ഞാൻ പറയാം. ഞാനിവിടെ വണ്ടി ഓണാക്കിയിട്ട് വണ്ടി ഫുൾ ചൂടാക്കുകയായിരുന്നു. സമയം രാത്രി 12:10. വണ്ടി ഫുൾ ചൂടാക്കിയിട്ട് ഇതിനകത്ത് ചൂടാക്കിയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഉറക്കമാണ്. അവിടെ അതിനിടയ്ക്ക് ആരാണ്ടൊക്കെ നടക്കുന്നുണ്ട്. എന്താണോ സംഭവിക്കുന്നത് ആർക്കറിയാം. ഇരുട്ടാത്തതുകൊണ്ട് എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇവിടെ ബെഡൊക്കെ റെഡിയാക്കട്ടെ. ഇനി ഇതിൻ്റെ പുറകിൽ ഒരു എക്സോസ്റ്റ് ഫാൻ പോലത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് വണ്ടിക്കകത്ത് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് എനിക്കൊന്നും പറ്റുന്നില്ല. അതിൻ്റെ മേളിലത് ഭയങ്കര സിസ്റ്റമാണ്. അതുകൊണ്ട് എത്ര വണ്ടി ഓണാക്കിയിട്ട് കിടന്നാലും കാർബൺ ഡയോക്സൈഡ് നിറയത്തില്ല. പക്ഷേ ഞാൻ വണ്ടി ഓണാക്കിയിട്ട് കിടത്തില്ല, ഞാൻ വണ്ടി ഇപ്പോൾ ഓഫാക്കും. കാരണം സ്ലീപ്പിംഗ് ബാഗിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. ഇതാണ് എൻ്റെ ബെഡ്റൂം. ശരിക്കും ഇതിനകത്ത് ഇരിക്കാട്ടോ, ഇതിനകത്ത് ഇങ്ങനെ തല പൊക്കി ഇതിൻ്റെ മേളിൽ ഇരിക്കാം. ശരിക്കും 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്പേസാണിത്, അല്ലേ? ലൈറ്റ് എങ്ങനെ അകത്തുനിന്ന് എനിക്കറിയില്ല. സ്ലീപ്പിംഗ് ബാഗ് കയറി കഴിഞ്ഞാൽ സെറ്റാണ്. എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മണിയറ ഗൈസ്. മണിയറ അല്ല, എന്താണ് എൻ്റെ ബെഡ്റൂം. ഇത് കൊള്ളാട്ടോ പരിപാടി. ഞാനും ഫാസിൽ ബ്ലോയും കൂടെ കഴിഞ്ഞ തവണ UK ആനവണ്ടിയിൽ യാത്ര ചെയ്തില്ലേ, നമ്മളൊരു വലിയൊരു വണ്ടി എടുത്തിട്ട്. അത് ഭയങ്കര ലക്ഷറി ആയിരുന്നു. ലക്ഷറി ഒന്നുമല്ല, സെറ്റപ്പ്. കിടന്നുറങ്ങി അഫോർഡബിളായിട്ട് പോകാൻ പറ്റുന്ന. ഇവിടെ ഇങ്ങനെയൊക്കെ സോളോ ട്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറങ്ങട്ടെ, ബാക്കി നാളെ. ഗുഡ് നൈറ്റ്.